ശരി, ദിവ്യ മഹേഷ് പറയുന്നത് ഈ പ്രതികൾക്ക് വേണ്ടത്ര ശിക്ഷ കിട്ടാതെ പോയതാണ് ഈ വിധിയിലെ തെറ്റായ സന്ദേശം എന്നാണ്. മാസ്റ്റർ മൈൻഡിന്റെ കാര്യം അദ്ദേഹവും വിശ്വസിക്കുന്നുണ്ടെന്ന്, പക്ഷേ ദിലീപ് അല്ല എന്നാണ്. ദിവ്യ അല്ല, ദിലീപ് അല്ലെങ്കിൽ ഞാൻ ഒരൊറ്റ ചോദ്യം ചോദിച്ചോട്ടെ. ഇപ്പൊ ഇദ്ദേഹം തന്നെ പറഞ്ഞു ദിലീപ് വളരെ സമർത്ഥനായിട്ടുള്ള വളരെ ബുദ്ധിമാനായിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ദിലീപാണല്ലോ പെട്ടുപോയത്. ദിലീപ് ഈ കുറ്റം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അയാൾ പെട്ടുപോയതാണല്ലോ. അങ്ങനെയാണെങ്കിൽ ആ മനുഷ്യൻ എന്ത് ചെയ്യും? ഇത്രയും ബുദ്ധിമാനായ മനുഷ്യൻ എന്ത് ചെയ്യും? ഈ പൾസർ സുനി പുറത്തിറങ്ങി കഴിഞ്ഞ ശേഷം, ജയിലിൽ നിന്ന് പുറത്തു വന്ന സമയത്ത് തന്നെ അയാളെ എങ്ങനെയെങ്കിലും നയപരമായിട്ടോ തന്ത്രപരമായിട്ടോ ഭീഷണി മൂലമോ എങ്ങനെയെങ്കിലും അയാളെ സ്വാധീനിച്ച് സത്യാവസ്ഥ മനസ്സിലാക്കും. ആരാണ് ഇതിന്റെ പിന്നിൽ, ആരാണ് യഥാർത്ഥ മാസ്റ്റർ മൈൻഡ് ആരാണെന്ന് അദ്ദേഹം കണ്ടുപിടിച്ചിട്ടുണ്ടാവും. കാരണം അയാൾ ഭയങ്കര ബുദ്ധിമാനാണല്ലോ. എന്നിട്ട് സ്വന്തം നിരപരാധിത്വം അദ്ദേഹം പണ്ട് പുറത്തു കൊണ്ടുവരില്ലേ? ഒരിക്കലും അത് ചെയ്യാൻ പറ്റില്ല. പോലീസിനെ അറിയിക്കാം, ഇല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു കൊണ്ടുവരാം. ഈ പൾസർ സോനി പറയുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാം. എന്തായാലും പൾസർ സോനിയെ പോലെ ഉള്ള ഒരാളെ സ്വാധീനിച്ച് സത്യം കണ്ടുപിടിക്കാനുള്ള കഴിവും ബുദ്ധിയുള്ള ഒരാളാണല്ലോ ദിലീപ്. എന്തുകൊണ്ട് അയാൾക്കത് ചെയ്യാൻ പറ്റിയില്ല ഇത്രയും കാലമായിട്ടും? ഇനി പോകാൻ പോവുകയാണെന്നാണ്. ഇനി പോവുക ഇനി നിയമ നടപടിക്ക് പോകാൻ പോവുകയാണെന്ന് മഞ്ജുഷ്, ഞാൻ പറഞ്ഞത് അതല്ല. നിയമ ഒരു ക്രൈം ചെയ്യാത്തത് എന്തെന്നാണ് ചോദിക്കുന്നതിന് തുല്യം. യഥാർത്ഥ മാസ്റ്റർ മൈൻഡിനെ കണ്ടുപിടിക്കണമല്ലോ. അങ്ങനെയാണെങ്കിൽ ദിലീപ് അല്ല യഥാർത്ഥ മാസ്റ്റർ മൈൻഡ് എങ്കിൽ യഥാർത്ഥ മാസ്റ്റർ മൈൻഡിനെ കണ്ടുപിടിച്ച് പുറത്ത് കൊണ്ടുവരില്ലേ അയാള്? കാരണം അയാൾ കാരണമല്ലേ ദിലീപ് പെട്ടത്. ആ റിയൽ മാസ്റ്റർ മൈൻഡ് കാരണമല്ലേ ദിലീപ് ഇത്രയും അപവാദം കേൾക്കേണ്ടി വന്നത്, ജയിലിൽ കിടക്കേണ്ടി വന്നത്, ഇപ്പൊ അപവാദം മുഴുവൻ പേറേണ്ടി വന്നത്. അങ്ങനെയാണെങ്കിൽ അയാൾ ആദ്യം ചെയ്യുന്ന ഈ പൾസർ സോനി എന്ന് പറയുന്ന മനുഷ്യൻ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ആദ്യം ദിലീപ് ചെയ്യുന്ന പണി എന്തായിരിക്കും? ഇയാളെ പിടികൂടി ഇയാൾ വഴി അറിയും, അത് തന്ത്രപരമായിട്ടോ ബൈ ഫോഴ്സോ എങ്ങനെയായാലും ഇയാളെ പിടികൂടി ഇയാൾ വഴി ഇയാളുടെ പിന്നിൽ കളിച്ച ആ മാസ്റ്റർ മൈൻഡിനെ വെളിച്ചത്ത് കൊണ്ടുവരില്ലേ ദിലീപ്? അയാൾ ഭയങ്കര സമർത്ഥനല്ലേ, ബുദ്ധിമാനല്ലേ, സ്വാധീനമുള്ള ആളല്ലേ? എന്തുകൊണ്ട് ദിലീപിനത് ചെയ്യാൻ പറ്റിയില്ല? കാരണം വേറൊരു മാസ്റ്റർ മൈൻഡ് ഇല്ല, അയാൾ തന്നെയാണ് യഥാർത്ഥ മാസ്റ്റർ മൈൻഡ്. അതുകൊണ്ടാണ്. അല്ല, പക്ഷേ അതിൽ സ്വന്തം നിരപരാധിത്വം ഉണ്ടെങ്കിൽ അത് തെളിയിക്കുവാനുള്ള ഒരു ശ്രമത്തിലായിരുന്നു ഈ കാലം അത്രയും ദിലീപ്. അതുകൊണ്ടും ആകാമല്ലോ ദിവ്യ. ആ നിരപരാധിത്വം എങ്ങനെയാണ് തെളിയിക്കേണ്ടത്? ഇപ്പൊ ഞാൻ ഒരാളെ കൊന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ ജയിലിൽ കിടക്കേണ്ടി വരികയാണ്, ഞാൻ എല്ലാ രീതിയിലുള്ള ചീത്തപ്പേരും കേൾക്കേണ്ടി വരികയാണെങ്കിൽ എനിക്കൊരു അവസരം കിട്ടി, ഞാൻ ആദ്യം എന്ത് ചെയ്യും? ആ യഥാർത്ഥ കൊലപാതകയെ കണ്ടുപിടിക്കും, അയാളെ വെളിച്ചത്ത് കൊണ്ടുവരും. എന്നിട്ട് ഞാൻ പറയും ഞാനല്ല ചെയ്തത്, ഇയാളാണ് ചെയ്തത് എന്ന് പറയും. അതല്ലേ? അങ്ങനെയല്ലേ അതിന്റെ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള രീതി? അതല്ലേ? പക്ഷേ അതിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? കാരണം അത് നമ്മുടെ നിയമ സംവിധാനത്തിൽ അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അല്ല മഞ്ജുഷ, അതിനുമ്പ് ഒരു മിനിറ്റ് അസ്കർ സാറിനോട് പോകുന്നതിന് മുമ്പ് ഒരു മിനിറ്റ് മഞ്ജുഷ, ഇത് ശരിക്കും ക്രൈം ചെയ്യാത്തതിന് എന്തുകൊണ്ട് ക്രൈം ചെയ്തില്ല എന്ന് ചോദിക്കുന്നതിന് തുല്യമാണ്. ഇങ്ങനെ, അതായത് ഒരു ശിക്ഷ അല്ലെങ്കിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാണ്, എൻ്റെ കുടുംബത്തിൽ ഒരാൾ കൊലപ്പെടുത്തി കഴിഞ്ഞാൽ സ്വയം ഇറങ്ങിയാണോ അന്വേഷണം നടത്തേണ്ടത്? അങ്ങനെയാണ് ഇവിടെ പോലീസും കോടതിയൊക്കെ എന്തിനാണ്? അപ്പോൾ ശരിക്കും ഇതിവിടെ ഇപ്പോൾ ദിവ്യ ചോദിച്ചത് ഒരു തെറ്റ് എന്തുകൊണ്ട് ദിലീപ് ചെയ്തില്ല, അങ്ങനെ ചെയ്തുകൊണ്ട് എന്തുകൊണ്ട് ഇതിന്റെ അന്വേഷണം നടത്തിയില്ല എന്ന് പറയുന്നത് അത് ശരിക്കും അതിന്റെ ജോലി പോലീസിനാണ്. സത്യം അന്വേഷിക്കേണ്ട ജോലി പോലീസിനാണ്. അതിന്റെ ജോലി സത്യം അന്വേഷിക്കേണ്ട. നമ്മൾ നിയമവ്യവസ്ഥയിൽ വിശ്വസിക്കുന്നവരാണ്. പൾസർ സോനി പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ഒളിക്യാമറ വെച്ച് നമ്മുടെ ഒരു പ്രമുഖ ചാനലിൽ അതിനേക്കാൾ സുഖകരമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് ദിലീപ്. സത്യം കൊണ്ടുവരാൻ വേണ്ടി അയാൾക്ക് ഏതറ്റം വരെയും പോകാൻ പറ്റും, ഇല്ലേ? പക്ഷെ അങ്ങനെ യാതൊരു അറ്റംപ്റ്റും അയാളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. യഥാർത്ഥ മാസ്റ്റർ മൈൻഡിനെ കണ്ടുപിടിക്കാനുള്ള യാതൊരു ശ്രമവും ദിലീപിന്റെയോ കൂട്ടാളികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഒരു സൂചന പോലെ അയാൾക്ക് തരാനും പറ്റിയിട്ടില്ല. താങ്കൾ ഈ വാദത്തോട് യോജിക്കുന്നുണ്ടോ? ദിവ്യയുടെ ഈ വാദം